കായംകുളത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പ്രവചിക്കാൻ മത്സരം. ഭൂരിപക്ഷം പ്രവചിക്കുന്നയാൾക്ക് 1001 രൂപ സമ്മാനം നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ പ്രഖ്യാപനം. അശ്വിൻ ബാലാഴി ആലപ്പുഴയിൽ നിന്ന്. അശ്വിന്, മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ വിമാന ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത ആൾക്കെതിരെ കേസായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിനിവിടെ സാധ്യതയുണ്ടോ? ഇത്രത്തോളം കോൺഫിഡന്റ് ആണ് ആലപ്പുഴയിൽ അവിടെ കായംകുളത്ത്? എന്തായാലും എം ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്ന ആൾക്ക് 1001 രൂപയാണ് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആകാശ് തഴയശ്ശേരിയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രവചന ചലഞ്ച് എന്നുള്ള നിലയിലാണ് ഫേസ്ബുക്ക് വഴി ഈ ചലഞ്ച് ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുള്ളത്. നിരവധി ആളുകൾ അതിൽ കമന്റുകൾ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ LDFന്റെ സിറ്റിംഗ് മണ്ഡലമായ പ്രതിഭ MLA ആയ മണ്ഡലത്തിൽ ലിജുവിനെ ഇറക്കിയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF കഠിന പരിശ്രമം നടത്തുന്നതിനിടെ പല വിവാദങ്ങളും ഉണ്ടായി. സ്ത്രീവിരുദ്ധ പരാമർശമടക്കം ഉണ്ടായി. അതൊക്കെ UDF ക്യാമ്പിന് കനത്ത തിരിച്ചടിയായ സാഹചര്യത്തിലും വിജയപ്രതീക്ഷ തീരെ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അത് കുറച്ചുകൂടി നിഴലിക്കുന്ന രീതിയിലാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ എത്ര ഭൂരിപക്ഷം എന്ന് പറയുന്ന ആൾക്ക് 1001 രൂപ സമാനമായി നൽകിയിരിക്കുന്നത്. നേരത്തെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും വിമാന ടിക്കറ്റ് അടക്കം ഓഫർ ചെയ്തത് വിവാദമാകുന്നു. തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ബസ് സൗജന്യമായി യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കൊണ്ട് പരിശോധനയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പലയിടങ്ങളിൽ വിവാദം ഉണ്ടാകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു പ്രവചന ചലഞ്ച് കൂടി ഈ കായംകുളത്ത് നടത്തിയിരിക്കുന്നത്. അതിനെയും ഏതെങ്കിലും വിവാദത്തിലേക്കോ നടപടിയിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരു പരാതിയൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ക്വാഡിനോ ഒക്കെ അതിൽ ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ എന്തായാലും ചലഞ്ച് പുരോഗമിക്കുകയാണ്. ഇതുവരെ പരാതികളൊന്നും എത്തിയിട്ടുമില്ല. പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും ചലഞ്ചും ഒക്കെ വള്ളിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ അത്തരത്തിൽ സമാനമായ സംഭവങ്ങളിലൊക്കെ കേസായി നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ 1001 രൂപയിൽ കേസാകുമോ അല്ലെങ്കിൽ പരാതിയാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടത്. തന്നെ അപ്പുറത്തേക്ക് അത്രത്തോളം കോൺഫിഡന്റ് ആണോ UDF എന്ന ചോദ്യം കൂടി വരുന്നു. എം ലിജു ആണെങ്കിൽ കഴിഞ്ഞ തവണ ഈ നിരന്തരമായ തോൽവിയിൽ മനംനൊന്ത് കരഞ്ഞെന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ സ്ത്രീ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് പ്രതിഭ കരഞ്ഞ മണ്ഡലം കൂടിയാണ്. അങ്ങനെ കായംകുളത്ത് പോരുമുറുകിയാണ്. അശ്വിൻ ബാലാഴിയാണ് വാർത്തകൾ വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.